വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ മതങ്ങളൊന്നുമില്ലാതെ, ജാതിയൊന്നുമില്ലാതെ, ഒരു വിശ്വാസമില്ലാതെ മനുഷ്യനായി മാത്രം നടന്ന എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ഇന്നത്തെ സംസാരം. ഇപ്പം മതങ്ങളോ അല്ലെങ്കിൽ ജാതികളോ ഒന്നും പറയുന്ന, അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒട്ടും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറി അതിലൊന്നും ഇല്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ട് നടന്നാണ് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ അവർ പലരും പറയും മതങ്ങൾ നിങ്ങളെ വെച്ചിരിക്കുന്നത് നിങ്ങളെ നന്നാക്കാനാണ്, നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാനാണ്. അപ്പം ഇവർ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? തെറ്റുകൾ ചെയ്യില്ലെന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് അതിനകത്ത് വിശ്വസിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊന്നും പറയുന്നത് അതിനകത്ത് തോന്നുന്നില്ല. അപ്പം ശരിക്കും ഇതൊന്നും വിശ്വസിക്കാതെ നമ്മൾ മതങ്ങളോ പറയുന്നതോ അല്ലെങ്കിൽ ജാതികൾ പറയുന്നതോ ഒന്നും അനുസരിക്കാതെ നമ്മൾ തന്നെത്താനായിട്ട് മനുഷ്യരായിട്ട് നടന്നാലുള്ള കുഴപ്പം യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം പല വലിയ രാജ്യങ്ങളിലും ഇതുപോലെ ആൾക്കാർ ഇതിനകത്ത് ഈ മതങ്ങൾ വിശ്വസിക്കാതെ ന്യൂട്രലായിട്ട്, പിന്നെ ഒരുപാട് ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രികളെന്ന് പറയുന്നത്, അതായത് സന്തോഷം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലെ ആൾക്കാർ ഈ മതങ്ങൾ പറയുന്നത് ഉപേക്ഷിച്ച്, മതങ്ങൾ പറയുന്നത് അനുസരിക്കാതെ അവർ മനുഷ്യരായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ മറ്റാർക്കും ഒരു കുഴപ്പവും ചെയ്യാതെ, നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ, കഴിയുന്നത് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ നിങ്ങളുടെ ആരെയും നോക്കി മര്യാദയ്ക്ക് കിടന്നാൽ എന്താണ് കുഴപ്പം? പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഫിൻലാൻഡ്, ഹോളണ്ട്, കുറേ കൺട്രീസ് ഉണ്ട്. അതിനകത്തൊക്കെ വ്യത്യസ്തം എന്ന് പറയുന്ന ഒരുപാട് കൂടുതലാണ്. 90% ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ മാറി നടക്കുമ്പം ഉള്ള പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണാൻ പറ്റും. മറ്റേതിപ്പം നമ്മൾ വേറൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിലോ ഉള്ളവരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഈ ജാതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ മറ്റേ ജാതിയിലോ അല്ലെങ്കിൽ മറ്റേ മതങ്ങളിലോ ഉള്ളവരെ വേറൊരു സെക്ടറായിട്ട് അല്ലെങ്കിൽ വേറൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുകയാണ്. അങ്ങനെ ഒരു മൃഗങ്ങൾ പോലും അങ്ങനെ കാണുന്നില്ല. മൃഗങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ സിംഹമാണെങ്കിൽ സിംഹത്തിൻ്റെ അതേ ഗ്രൂപ്പിലുള്ളൊരു ആൾക്കാരെ അത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ വേറെ കടുവയൊക്കെ അത് വേറെ ആയിട്ട് കണ്ടിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ ക്രോമസോം സ്ട്രക്ചറും ഒക്കെ വേറെയാണ്. നമ്മൾ 23 ക്രോമസോം സ്ട്രക്ചർ ഉള്ളവരാണ് പിന്നെ സ്പ്ലിറ്റ് ചെയ്തിരുന്നിട്ട് പല ഫ്രാക്ഷനായിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇപ്പോഴ് പല രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് പറയാൻ കാരണം തന്നെ, ഇപ്പോൾ റോഡിലൊരു ബോർഡ് വെച്ചിരിക്കുന്നു. അതായത് ഞായറാഴ്ച തോറുമുള്ള പള്ളിയിലെ കുർബാന നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഡയറക്റ്റായിട്ട് ദൈവം നിങ്ങളെ വീട്ടിൽ വന്ന് വിളിച്ചോളൂ എന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കധികം കാണുമ്പോൾ ഇത് സംഭവം എന്തൊന്നും മനസ്സിലാവില്ല. കാരണം ഇതൊരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. അതായത് നിങ്ങൾ പള്ളിയിൽ വന്നില്ലെങ്കിൽ പള്ളി പൂട്ടിപ്പോകുന്നുള്ളതല്ല, നിങ്ങളാ ദൈവം ഡയറക്റ്റായിട്ട് വീട്ടിൽ വന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മുകളിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്നുള്ള കണ്ടീഷനിൽ സ്വർഗ്ഗലോകത്തോട്ട് പോകാൻ വേണ്ടി ദൈവം വിളിക്കുകയാണെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര തമാശ എന്ന് പറഞ്ഞാൽ, സ്വർഗം നല്ലതാണ്, നരകം നല്ലതാണ്, അല്ലെങ്കിൽ സ്വർഗം ഭയങ്കര നല്ലതാണ്, ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ദൈവം വിളിക്കുമ്പോൾ പേടി വന്നു. അതെന്താണ്? അങ്ങനെ തോന്നരുതല്ലോ. അപ്പം ഇപ്പം ഈ മതങ്ങൾ പറയുന്ന സ്വർഗം നരകം അങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ചെല്ലുമ്പം ഇന്നത് കിട്ടുമില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ മേളിലോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ കരയുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ ഈ ലോകത്തുള്ള സിറ്റുവേഷൻസ് എല്ലാം കളഞ്ഞിട്ട് ഇത്രയും പാടുപെട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കഴിച്ച് മാക്സിമം ഭൂമിയിലെ ജീവിതം നിങ്ങൾ കൂട്ടുന്നത്? അപ്പോൾ ഇതൊക്കെ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഈ മരുന്നും കാര്യങ്ങളും ഒന്നും കഴിക്കാതെയും, അല്ലെങ്കിൽ ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ, ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ, മേളത്തെ സുഖസൗകര്യങ്ങൾ നമ്മൾ പിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആസ്വദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ വെറുതെ
മനുഷ്യൻ്റെ സയൻസ് അഥവാ സയൻസ് വളരാത്ത അല്ലെങ്കിൽ ബുദ്ധി വളരാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചേരിതിരിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതങ്ങൾ. പല പല കാലഘട്ടങ്ങളിൽ പല പല സ്ഥലങ്ങളിലുണ്ടായ കാലഘട്ട ആണ് ഈ മതങ്ങളും ജാതികളെന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്. പലപ്പോഴും ഇന്ത്യയിൽ ജോലി അനുസരിച്ചാണ് ജാതികൾ ഉണ്ടായിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊന്നും അനുസരിക്കാതെ, ഇതിനകത്തൊന്നും വിശ്വസിക്കാതെ നമുക്ക് ചുമ്മാ മനുഷ്യനായി എന്തുകൊണ്ട് നടന്നുകൂടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി വന്നാലേ നമുക്ക് ബാക്കി എല്ലാവരുമായിട്ടും ഇടപഴകാനും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവും. ഭൂമിയിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇന്ന് ലോകം കണ്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും, സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിലും ഫസ്റ്റ് വേൾഡ് വാർ ആണെങ്കിലും എല്ലാം ഇതുപോലെ മതങ്ങളുടെ ബേസായിട്ട് അല്ലെങ്കിൽ ജാതി ബേസായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് രസമെന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന ആൾക്കാർ ഇത് എല്ലാത്തിനെയും വന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ദൈവം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്രാർത്ഥനയും ഈ കാര്യങ്ങൾ നടക്കുന്ന ആൾക്കാർ തന്നെയാണ് സാധാരണക്കാരനാണ് ആയിരക്കണക്ക് പേര് ലക്ഷക്കണക്ക് പേര് മരിച്ചു വീണത്. അപ്പോൾ നമ്മൾ ഒരു ചിന്തിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ആക്ച്വലി യാതൊരു കാര്യമില്ലെന്നുള്ളതാണ്. നമ്മൾ ന്യൂട്രലായിട്ട് നമ്മൾ ഒരു മതത്തിലോ ഒരു ജാതിയിലോ വിശ്വസിക്കാതെ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കാര്യമായിട്ട് നടന്നാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, യാതൊരു കാര്യവും ഉണ്ടാകുന്നില്ല, യാതൊരു കുഴപ്പമില്ലെന്ന്. അതിന് പകരം ഇവരവരുടെ ഓരോ മതങ്ങളുടെയും നിങ്ങളുടെ ഓരോരോ കളേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടുകമായിട്ട് അവരെടുക്കാൻ വേണ്ടി നിങ്ങളൊരു പർട്ടിക്കുലർ രീതി പഠിപ്പിച്ചിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പലതല്ല ഒരുമാതിരിയുള്ള എല്ലാ മണ്ടത്തരങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ട് അടുത്ത ഒരാളെ മാറ്റി നിർത്തുക, ആ രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് ഇതിലുണ്ടാകുന്നത്. അപ്പം പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ഫാക്ടറാണ്. ഈ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബാക്കി എല്ലാ ജീവജാലങ്ങളെ എന്തിൻ്റെയോ നോക്കി നോക്കും. എല്ലാവർക്കും ഇതുപോലത്തെ ഒരു പ്രശ്നവുമില്ല. നമുക്കാണ് ഇതുപോലത്തെ ഈ സാധനങ്ങൾ ഉണ്ടാക്കി ഓരോ മതങ്ങൾക്ക് ഓരോ ദൈവം, ഓരോരോ ആചാരരീതി. ഈ ആചാരരീതികൾ ഒരാൾ മറ്റൊരാളെ കൊള്ളൂല്ലെന്ന് പറയും, അയാൾ തിരിച്ചിങ്ങോട്ട് പറയുകയും അങ്ങനെ എന്തെല്ലാം. ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല പല ഗോത്രങ്ങളെന്ന് പറയും. ഈ ഗോത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ മാറി എന്ന് ചിരിച്ചു പോകും. ഒരു ഗോത്രത്തിലെ ഒരാൾ രാവിലെ വരുമ്പോഴത്തേക്കും വെളിയൊരു കിണ്ടി വെച്ചേക്ക്, ആ കിണ്ടി വെച്ച് വെള്ളം കയറിയിട്ട് അകത്ത് കയറും. ഒരു സിനിമയിൽ അത് കണ്ടിട്ടുണ്ട്. വേറൊരാൾ കിണ്ടി വയ്ക്കില്ല, അതവൻ 2 ജാതി. 2 റിങ് കഴുത്തി കൂടുതലിട്ട ഇവിടെ അവർ കണ്ടിട്ടില്ല ആഫ്രിക്കയിലൊക്കെ, അത് തൊട്ട് അവൻ വേറൊരു ജാതിയാണ്. അല്ലെങ്കിൽ ചെവിക്കകത്തൊരു 5-6 തുള കൂടിക്കഴിഞ്ഞാൽ അവൻ വേറൊരു ജാതിയാണ്. അങ്ങനെ ഭൂമിയിലല്ല, ഇപ്പം ഇവിടെയാണെങ്കിലും അങ്ങനെയുണ്ട്. ഓരോരോ ജോലി ചെയ്യുന്നവർ തമ്മിൽ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക സ്വഭാവവും രീതിയും കാണാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്, അത് സത്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള വേറൊരു ജോലിയിലിരിക്കുന്നവൻ കൊള്ളൂല എന്നെങ്ങനെ പറയാൻ പറ്റും? കൊള്ളാമെന്ന് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണം കോവിലിൽ പൂജാരി നടത്തുന്ന ഒരാളെ പോലെ തന്നെയാണ് വെളിയിൽ ഒരാൾ ഇവിടെ സാധാരണ കൂലിവേലപ്പണി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും വെളിയിൽ നിൽക്കുന്ന ഒരാളും തമ്മിൽ സാറിന് വേറൊരു ജോലി ചെയ്യുന്ന ആളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ എന്താവട്ടെ, അവരവർ ചെയ്യുന്ന ജോലിക്ക് ഉള്ളൊരു അവരുടെ ഒരു സ്വഭാവ രീതിയൊക്കെ അതിനകത്ത് കാണിക്കും. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ളവരെല്ലാം കൊള്ളത്തില്ല, ഈ ബാക്കി ജോലി കൊള്ളൂല, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ മതങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അതാത് മതങ്ങൾ കൊള്ളാമെന്ന് പറയും, മറ്റു മതങ്ങളിൽ എല്ലാ ആചാരങ്ങളും കൊള്ളില്ലെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാതെ ന്യൂട്രലായിട്ട് കിടന്ന യാതൊരു കുഴപ്പവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും മതങ്ങൾ കൊള്ളാമെന്ന് പറയുന്ന മതങ്ങളെ രക്ഷിക്കാനെന്ന് ഇവരീ പറയുന്ന ദൈവങ്ങളൊക്കെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചുമ്മാതെ മര്യാദയ്ക്ക് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രിൻസിപ്പിൾ.
ഒരു 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 മതത്തിനകത്തോ ഒരു ജാതിയിലോ അല്ലെങ്കിൽ ഒന്നും വിശ്വസിക്കാതെ നിങ്ങൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യനെന്ന് പറഞ്ഞ് ചിന്തിക്കുക. നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ചിന്തിക്കുക. പിന്നെ അതിനകത്തിപ്പം പണ്ഡിതനെന്നോ അറിവ് കൂടിയവനെ പിന്നെയും നമുക്ക് നോക്കാം, അറിവ് കൂടുതൽ കിട്ടുന്ന ആൾ. പക്ഷെ അയാൾ ഈ പറഞ്ഞ മാതിരി ഒരു പെർട്ടിക്കുലർ ബയാസ്ഡ് ആയിട്ടുള്ള അറിവാകാൻ പാടില്ല. അതായത് റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോകുന്ന ട്രെയിനിൻ്റെ ഒരു എഞ്ചിന് പോകുന്ന റെയിൽവേ ഒക്കെ അതിനകത്തുള്ള ലൈനിനെ പറ്റിയൊക്കെ നല്ല വിവരം കാണും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് മാത്രം പഠിച്ചിട്ട് പറയണം അപ്പുറം റോഡ് പടഞ്ഞും തിരിഞ്ഞാൽ കൂടെ അതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞാലുള്ള പ്രശ്നവും പ്രധാനമായിട്ടുണ്ട്. അപ്പം അറിവുള്ളവർ പലരും അറിഞ്ഞുകൂടാന്ന് അഭിനയിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര്. അതേസമയം അവർക്ക് അവരുടെ അറിവ് കൊണ്ട് ഇതുകൊണ്ട് മനസ്സിലാക്കും, ഈ കാര്യം മനസ്സിലാകുമ്പോൾ നമ്മൾ അത് ബാക്കിയുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൂടെ കൂട്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ ആൾക്കാരെല്ലാം മനുഷ്യനെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുള്ള കണ്ടീഷനിൽ അവരെ നന്നാക്കാനായിട്ട് നോക്കണം. അത് ഇതുപോലെ ലോകത്ത് എല്ലായിടത്തെയും പ്രശ്നമാണ് കേട്ടോ. വെളുത്തിരിക്കുന്ന ആൾക്കാർ നല്ലതാണ്, കറുത്തിരിക്കുന്ന ആൾക്കാർ കൊള്ളൂല. അപ്പോൾ അതുപോലെ അതിനൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കറുപ്പ് ഇപ്പം ദുഃഖത്തിൻ്റെ പ്രതീകരമായി കറുത്ത കൊടി വയ്ക്കുന്നത് ഒരു കറുപ്പ് കൊള്ളൂല്ലെന്ന് കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഈ കളറിൻ്റെത് പിന്നെ ഭാഷയുടേത് ഇങ്ങനെ പറഞ്ഞു ഓരോരോ സാധനങ്ങളും അവരവർ ചെയ്യുന്ന കാര്യം നല്ല എന്ന് പറഞ്ഞതിന് ശേഷം മാറ്റി ഇരുത്തുക എന്നുള്ളത്. അതേസമയം നമ്മളിപ്പോൾ നോക്കും, മൃഗങ്ങളെയൊക്കെ നോക്കും. ഒരു കാക്ക ഇരിക്കുന്നത്, കാക്കയല്ലാതെ പ്രാവിന് വേണമെങ്കിൽ ഉപദ്രവിക്കും, ശരിയല്ലേ. പക്ഷേ ഒരു കാക്കയുടെ ആ ക്രോമസോം മറ്റേതിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് പ്രാവാകുന്നത്, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ട് മാത്രം നമ്മൾ പക്ഷേ എല്ലാവർക്കും ഒരേ ക്രോമസോമും ഒരേ രീതിയിലുള്ളതുമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ പിന്നെയും വ്യത്യസ്തത കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിക്കാനും ഒക്കെ പോവുകയാണ്. ഇതാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്ത ഈ നൂറ്റാണ്ടിലെങ്കിലും ഇനിയെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ചിന്തിക്കാനും ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിന് പിന്നെ ഭയങ്കര കളറുമുണ്ട്, ഭാഷ കൊണ്ട്, അതുപോലെ തന്നെ പാണ്ഡിത്യം കൊണ്ട്. അത് കഴിഞ്ഞ് സ്ത്രീ പുരുഷ വിവേചനം ഇതുപോലെയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരെ വേർതിരിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ, ആണുങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു ഈ വേർതിരിവിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് മാനവരാശി മൊത്തത്തിൽ നന്നാവാത്തത്. അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ തന്നെ. എല്ലായിടത്തും എവിടെയോ നോക്കൂ, ഏത് യുദ്ധങ്ങളും നടന്ന് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഈ അവരവർക്ക് കിട്ടുന്ന ആ ഒരു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിൻ്റെ ഒരു കാര്യം അവരുടെ തന്നെ നേരെ എതിരെ പ്രയോഗിക്കുകയാണ് ഈ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിലും ഇല്ലാതെയും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ സൈഡ് ചെയ്യാതെയും ഒരു ജാതിയിലും സൈഡ് ചെയ്യാതെയും നമ്മൾ മനുഷ്യരെന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായാൽ മാത്രമേ നമുക്കിവിടെ ഒരു ഭൂമിയിൽ ഇവർ പറയുന്ന സമാധാനം ഉണ്ടാവുള്ളൂ. സയൻസ് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അതുപോലെ തന്നെ ഇപ്പോഴീ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ വിടുമ്പോഴും ഈ ഭൂരിഭാഗം പേരും ചുമ്മാ കോളേജുകളിലൊക്കെ പോയി കുറച്ചൊരു 10% 20% പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ബാക്കി എല്ലാവരും വെറുതെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു മാർക്ക് തട്ടിക്കൂട്ടി പാസ്സായി ഞാൻ +2 ആണെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടിയിരുന്നു. അപ്പോൾ ഇത് മാറിയിട്ട് ഇവരെ നിങ്ങൾക്ക് അറിവ് നേടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി മൊത്തത്തിലെല്ലാം അറിഞ്ഞാലേ ഭൂമിയെപ്പറ്റിയും ജോഗ്രഫിയെ പറ്റിയും നമ്മളെന്താണ്, മനുഷ്യൻ എന്താണ്, ഭൂമി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, ഈ സൗരയൂഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനൊന്നും അല്ല എന്നൊരു ചിന്താഗതിയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ നത്തിങ് ആണ്. ജീവജാലങ്ങളെന്ന് പറയുന്നത് പോലും ടോട്ടൽ ജീവജാലങ്ങളൊന്നും യാതൊന്നുമല്ല എന്നൊരു ചിന്താഗതി പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇതിനെപ്പറ്റിയൊക്കെ ഒരു നല്ല ഗ്രാഹ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ചിന്താഗതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പൊട്ടക്കണ്ടി കിടക്കുന്ന തവള പോലെ നമ്മൾ കാണുന്ന മാത്രമാണ് ലോകം എന്ന് പറഞ്ഞിരിക്കും. അതിൽ നിന്ന് തന്നെയാണ് ഈ ചിന്താഗതി എല്ലാം വരുന്നത്. പൊട്ടക്കടത്തിൽ കിടക്കുന്ന തവളയ്ക്ക് അതിൻ്റെ റേഞ്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതേപോലത്തെ ഒരു ചിന്താഗതി വരാതെ ഇതിനകത്ത് നിന്നൊക്കെ പുറത്ത് നിന്ന് ഇറങ്ങി നിന്ന് നല്ല രീതിയിൽ ചിന്തിക്കാനുള്ളൊരു ശേഷിയൂടെ നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ
അത് മനസ്സിലാവുന്നുള്ളൂ സാറന്മാരും അത് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.